Hello guys, welcome back to Star Live Tech. വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യൂവിൽ നിന്ന് രണ്ട് പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾ ഇന്നലെ ലോഞ്ച് ചെയ്തിരുന്നു. ഐക്യൂ 5 സീരീസ് ആണ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഐക്യൂ 5 എന്ന ഡിവൈസിന്റെ ഒരു കംപ്ലീറ്റ് സ്പെക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.56 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു പഞ്ചോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പഞ്ചോൾ കട്ട് കാണാൻ സാധിക്കും. ഏകദേശം 86.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അതോടൊപ്പം 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080x2376 പിക്സൽസ് ആണ് ഈ ഡിവൈസിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 398 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ HDR10+ന്റെ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ADRENO 650 ആണ് ഈ ഒരു ഡിവൈസിന്റെ GPU. Android 10 ബേസിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. Iqoo UI 1.5 ആണ് ഈ ഒരു ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മികച്ച പെർഫോമൻസ് ലഭിക്കുന്ന ഒരു ഡിവൈസ് ആണ് Iqoo 5. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഡിവൈസ് 3 വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 8GB RAM and 128GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. മിഡിൽ വേരിയന്റ് വരുന്നത് 12GB RAM and 120GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. ആൻഡ് ടോപ്പ് വേരിയന്റ് വരുന്നത് 12GB RAM and 256GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. പ്രൈമറി സെൻസർ 50 മെഗാപിക്സൽ ആണ്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏകദേശം 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിയർ സൈഡിൽ വരുന്നത്. അത്യാവശ്യം മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 16 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.5 ആണ് അപ്പർച്ചർ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു പഞ്ചോൾ കട്ടിലാണ് ലഭിക്കുന്നത്. ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം 55 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4500 mAh കപ്പാസിറ്റി ബാറ്ററി 100% ചാർജ് ചെയ്യാൻ ഏകദേശം 50 മിനിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ അല്ല. പിന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ബ്ലൂ, ഗ്രേ എന്നീ 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറോൾ Iqoo 5 എന്ന സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ഡിവൈസ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 43,000 to 45,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഡിവൈസ് വരുന്നത്. ഇന്ത്യയിൽ ഈ ഒരു ഡിവൈസിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് October 23 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് Iqoo 5 എന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന്റെ ഓവറോൾ ഫീച്ചേഴ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.